ഇങ്ങനെ പ്രകടന പത്രിക ഓരോ കൊല്ലം എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നുള്ള കാര്യം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. 900 പോയിന്റാണ് ഇപ്രാവശ്യം നടപ്പിലാക്കാനുള്ളത്. കാര്യം 510ാമതാണ് ഇപ്പോ ഇവിടെ. 510 എന്ന് പറഞ്ഞാൽ മറ്റ് അതിന്റെ അപ്പുറത്തുള്ളതെല്ലാം പല നമ്പറിൽ നടക്കുന്നുണ്ട്. അല്ലാണ്ട് 510ാമതാന്ന് പറഞ്ഞിട്ടല്ല. 510ാമതെന്നല്ല അതിന്റെ അർത്ഥം. നമ്മുടെ രേഖയിലെ 510ാം നമ്പറാണെന്നർത്ഥം. ക്യാൻസർ ചികിത്സക്കുള്ള സൗകര്യം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതാണ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ചില പത്രങ്ങൾ ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി എഴുതുന്നുണ്ട്. അവർക്ക് അതാണ് പണി, പ്രധാനപ്പെട്ട പണി. അവരുടെ ജോലി നിർവഹിക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. കടലാസിലാണെന്നാണ് എല്ലാ പദ്ധതിയും കടലാസിലാ തുടങ്ങുക. ഈ കടലാസിലാകുന്നത് എന്തോ വലിയ പാതകമാണെന്ന രീതിയിലാണ് കിട്ടിയത്. ആളെ പറ്റിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയോഗങ്ങൾ. ഗവൺമെന്റിന്റെ ഏത് പദ്ധതിയും ആദ്യം കടലാസ് തന്നെയല്ലേ തുടങ്ങുന്നത്. ഈ പദ്ധതിയും കടലാസ് തുടങ്ങിയ തന്നെയാണ്. കടലാസ് തുടങ്ങിയിട്ട് പ്രാവർത്തികമായി. കടലാസ് തുടങ്ങിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അവയവ ശസ്ത്രക്രിയ, മാറ്റ ശസ്ത്രക്രിയ. അതും അതുപോലെ തന്നെയാണ്. എല്ലാം കടലാസിൽ തന്നെ തുടങ്ങുക. അതുകൊണ്ട് കടലാസിൽ തുടങ്ങുന്നത് എന്തോ ഒരു അപരാധം. ഇനിയിപ്പോ നമുക്ക് ഡിജിറ്റൽ സംവിധാനത്തിന്റെ ഭാഗമായി തുടങ്ങാം. അപ്പൊ പിന്നെ കടലാസ് എന്നുള്ള ആ പ്രയോഗം കൊണ്ട് ഒഴിവാക്കാം. എല്ലാം കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ പുതിയ AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊക്കെ തുടങ്ങാം. പേപ്പർലെസ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഹെഡിങ് അങ്ങോട്ട് മാറ്റേണ്ടി വരും. അത്രയോ